സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു ഫോഴ്സ് ആണ് SPC എന്ന് പറയുന്നത്. സോ എൻ്റെ സബ് ഇൻസ്പെക്ടറിന്റെ ഇന്റർവ്യൂവിന് SPCയുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ HST ഓൾ സബ്ജക്റ്റ് ഉദ്യോഗാർത്ഥികളെ, നമ്മൾ ഇന്ന് ഒരു ചെറിയ ടിപ്സും ട്രിക്സും പ്രൊവൈഡ് ചെയ്യാനാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നേക്കുന്നത്. നമ്മുടെ ജനറൽ പേപ്പറിൽ സൈക്കോളജിക്കൽ ഇംപ്ലിക്കേഷൻ വളരെ കുറവാണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. കൺസ്ട്രക്റ്റീവ്സും സോഷ്യൽ കൺസ്ട്രക്റ്റീവ്സും ലേണിങ്ങുമായി ബന്ധപ്പെട്ട ചില കോൺസെപ്റ്റുകൾ മാത്രമേ തന്നിട്ടുള്ളൂ. സോ അവിടെ നമുക്ക് സാധാരണഗതിയിൽ സംഭവിക്കുന്ന ചില മിസ്റ്റേക്കുകൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ, ഓർത്തു വെക്കാൻ വേണ്ടി, അത് തെറ്റാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില ചെറിയ ടിപ്പുകളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി സംവദിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. നമുക്ക് ആദ്യമേ നോക്കാം കോഡ് ടു റിമെമ്പർ ബ്ലൂംസ് ടാക്സോണമി. You know that Bloom's taxonomy, one of the most important and most popular instructional objectives, cognitive domain, affective domain and psychomotor. 1956 that was done by Benjamin S. Bloom. Benjamin S. Bloom എന്ന് പറയുന്ന വിശ്വവിഖ്യാതനായിട്ടുള്ള എഡ്യൂക്കേഷണലിസ്റ്റ് ആണ് 1956 ബ്ലൂംസിന്റെ ടാക്സോണമി ആദ്യമായി മുന്നോട്ട് വെച്ചത്. എന്നാൽ 2001 അതിന് ഒരു ചേഞ്ചസ് വരുത്തി. ആരൊക്കെ? ലോറിൻ ആൻഡേഴ്സണും റാത്തോളും ചേർന്നുകൊണ്ട് 2001 ഈ ബ്ലൂംസിന്റെ ടാക്സോണമി ഒന്ന് റിവൈസ് ചെയ്തു. ദാറ്റ് ഈസ് റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി. അപ്പോൾ ബ്ലൂംസ് ടാക്സോണമിയുടെ ഒറിജിനലും റിവൈസ്ഡുമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇത് രണ്ടും സിലബസിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. സോ ഈ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി നമുക്കൊന്ന് പെട്ടെന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ കോഡാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, എൻട്രി എന്ന കേരളത്തിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള, ഏറ്റവും അധികം ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ യൂസ് ചെയ്യുന്ന ആപ്പിൽ, ആ ആപ്പിന്റെ പേര് യൂസ് ചെയ്തുകൊണ്ട് ഒരു സിമ്പിൾ കോഡ്, ആർ യു അപ്ലൈ എനി എൻട്രി കോഴ്സ്, ആർ യു അപ്ലൈ എനി എൻട്രി കോഴ്സ് എന്നാണ് നമ്മുടെ സെന്റൻസ്. ഈ ഒരു സെന്റൻസ് പഠിച്ചാൽ തന്നെ നമുക്ക് റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയുടെ കൃത്യമായ രീതിയിൽ ക്രൊണോളജിക്കൽ ഓർഡറിൽ സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന നിലയിലേക്ക് നമുക്ക് ഓർത്തു വെക്കാൻ പറ്റും. ഇവിടെ നോക്കുക, ആർ യു അപ്ലൈ എനി എൻട്രി കോഴ്സ് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് സ്ക്രീനിൽ കാണാൻ പറ്റും. നിങ്ങൾ നോക്കുക, ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് റിമെമ്പർ ആണ്. റിമെമ്പർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. അത് കോഗ്നിറ്റീവ് ഡൊമൈനിൽ വരുന്ന ഏറ്റവും ഫൗണ്ടേഷൻ ആയിട്ട് വരുന്ന, ഏറ്റവും സിമ്പിൾ കോഗ്നിറ്റീവ് ആക്ടിവിറ്റിയിലൂടെ നേടാൻ കഴിയുന്ന ഒരു കൺസെപ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്, റിമെമ്പർ എന്ന് പറയുന്നത്. സോ രണ്ടാമത്തെ നിങ്ങൾക്കറിയാം അത് അണ്ടർസ്റ്റാൻഡ് ആണ്. ദെൻ ഒറിജിനൽ ബ്ലൂംസ് ടാക്സോണമി അത് നൗൺ ഫോം ആയിരുന്നു എങ്കിൽ അത് കൺവേർട്ട് ചെയ്ത് വെർബൽ ഫോമിലേക്ക് വന്നതാണ് റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ റിമെമ്പർ, അണ്ടർസ്റ്റാൻഡ്, അപ്ലൈ അതേപോലെ തന്നെ കിടപ്പുണ്ട്. ഒരു തരത്തിലും അവിടെ ഒരു കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ മൊത്തത്തിൽ മൂന്നെണ്ണമായി, റിമെമ്പർ ആയി, അണ്ടർസ്റ്റാൻഡ് ആയി, അപ്ലൈ ആയി, ദെൻ അനലൈസ് എന്ന് നമുക്ക് പറയാം. അനലൈസ് എന്ന വെർബ് ഫോം പറയാം. സോ അനലൈസ്. അപ്പോൾ നാലെണ്ണമായി, റിമെമ്പർ, അണ്ടർസ്റ്റാൻഡ്, ആപ്ലിക്കേഷൻ ഓർ അപ്ലൈ, ദെൻ അനലൈസ്. ഇവിടെ നോക്കുക, എൻട്രി എന്ന് പറയുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ നെയിമിനെ നമ്മൾ ഫസ്റ്റ് ലെറ്റർ വെച്ചുകൊണ്ട് തന്നെ നമുക്കറിയാം. സോ ഒറിജിനൽ ബ്ലൂംസ് ടാക്സോണമിയിൽ ഏറ്റവും മുകളിൽ ഉണ്ടായിരുന്ന ഇവാലുവേറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വലിയൊരു മാറ്റമാണ് റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയിൽ ഇവാലുവേഷന്റെ ഭാഗത്ത് കൊണ്ടുവന്നതെന്ന് നിങ്ങൾക്കറിയാം. സോ ഇവിടെ ഈ വെച്ചുകൊണ്ട് നമ്മൾ ഇവാലുവേറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് പോകുന്നു. ആൻഡ് ഫൈനലി ദെൻ ക്രിയേറ്റ്, സി വെച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. സോ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഈ വെബ് ഫോം എല്ലാം ഓൾറെഡി അറിയാം. നമുക്ക് അതിന്റെ സിമ്പിൾ ടു കോംപ്ലക്സ് ലെവലിലേക്കുള്ള ബേസ് കണ്ടന്റുകൾ മാത്രം മനസ്സിലായാൽ മതി. അതുകൊണ്ട് ആർ യു അപ്ലൈ എനി എൻട്രി കോഴ്സ്, ഒന്നുകൂടി പറയുന്നു, ആർ യു അപ്ലൈ എനി എൻട്രി കോഴ്സ്, റിമെമ്പർ, അണ്ടർസ്റ്റാൻഡ്, അപ്ലൈ, അനലൈസ്, ഇവാലുവേറ്റ്, ക്രിയേറ്റ്. ഒന്നുകൂടി പറയുന്നു, റിമെമ്പർ, അണ്ടർസ്റ്റാൻഡ്, അപ്ലൈ, അനലൈസ്, ഇവാലുവേറ്റ്, ക്രിയേറ്റ്. ഏറ്റവും ടോപ്പർ മോസ്റ്റില് ഏറ്റവും മുകളിൽ വരുന്നത് ക്രിയേറ്റ് ആണ്, ഏറ്റവും ബേസ് ലെവലിൽ വരുന്നത് റിമെമ്പർ ആണ്. സോ ചേഞ്ചസ് വരുത്തിയത് ഇവാലുവേറ്റിലാണ്. ഇനി നമുക്ക് ഇതിന്റെ ബേസിക് സ്ട്രക്ചർ ഒന്നുകൂടി ഇതിന്റെ ഒരു രൂപത്തിലൊന്ന് നോക്കാം. നമുക്കറിയാം ഒറിജിനൽ ബ്ലൂംസ് ടാക്സോണമിയിൽ നോളജ്, കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ എന്നുള്ള നിലയിലാണ് കോഗ്നിറ്റീവ് ഡൊമൈൻ്റെ സ്ട്രക്ചർ ബെഞ്ചമിൻ എസ് ബ്ലൂം അണിനിരത്തിയത്. എന്നാൽ ഇവാലുവേഷൻ എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റിനെ ഏറ്റവും ടോപ്പർ മോസ്റ്റിൽ നിന്നും മാറ്റി ഏറ്റവും ടോപ്പിലുള്ള കോഗ്നിറ്റീവ് തോട്ടായിട്ട്, എബിലിറ്റി ആയിട്ട് മാറ്റിയിരുന്ന ഒറിജിനൽ ബ്ലൂംസ് ടാക്സോണമിയിൽ നിന്നും അത് മാറ്റി ഇവാലുവേറ്റിനെ സെക്കൻഡ് ലാസ്റ്റ് പൊസിഷനിൽ കൊണ്ടുവന്നിട്ട് സോ ക്രിയേറ്റ് എന്ന് പറയുന്ന ഏറ്റവും ടോപ്പർ ആയിട്ടുള്ള തിങ്കിങ് എബിലിറ്റിയെ ഉൾപ്പെടുത്തി റാത്തോളും അതുപോലെ തന്നെ ആരും
ലോറിൻ ആൻഡേഴ്സണും. സോ നമ്മൾ പറഞ്ഞത് ആർ യു അപ്ലൈ എനി എൻട്രി കോഴ്സ്. സോ സിമ്പിൾ ടു കോംപ്ലക്സ് ലെവലിലേക്ക് ചിന്തിക്കാം. റിമെമ്പർ, അണ്ടർസ്റ്റാൻഡ്, അപ്ലൈ, അനലൈസ്, ഇവാലുവേറ്റ്, ക്രിയേറ്റ്. ഏത് നമ്പർ ചോദിച്ചാലും നമുക്ക് അവിടെ ആ ഒരു കോഡ് ഉപയോഗിച്ച് കൃത്യമായി ചെയ്യാൻ പറ്റും. ഞാൻ ഒന്നുകൂടി പറയുന്നു, ആർ യു അപ്ലൈ എനി എൻട്രി കോഴ്സ്. ഇനി നമുക്ക് അടുത്ത ഒരു ന്യൂമോണിക് കോഡിലേക്ക് പോകാം. മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് സ്കൂൾ പോലീസ് കേഡറ്റ്, അതായത് സ്കൂളുമായി ബന്ധപ്പെട്ട് തന്നെയാണ്, സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു ഫോഴ്സ് ആണ് SPC എന്ന് പറയുന്നത്. സോ എൻ്റെ സബ് ഇൻസ്പെക്ടറിന്റെ ഇന്റർവ്യൂവിന് SPCയുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് ഇന്റർവ്യൂവിന് മാർക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടി സഹായിച്ചിട്ടുള്ള ഒരു ഏരിയ കൂടിയായിരുന്നു SPC എന്ന് പറയുന്നത്. സോ SPC എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ പോലീസ് കേഡറ്റ് അല്ല. നമ്മൾ ഇവിടെ വെക്കേണ്ടത് ജീൻ പിയാഷെ എന്ന് പറയുന്ന ചൈൽഡ് സൈക്കോളജിയുടെ പിതാവ്, കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസത്തിന്റെ പിതാവ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറിയുടെ ഉപജ്ഞാതാവ്, അതുപോലെ തന്നെ ജനറ്റിക് എപ്പിസ്റ്റമോളജിയുടെ പിതാവ്, അറിവിന്റെ ഉത്ഭവത്തെക്കുറിച്ചും മനുഷ്യ ശരീരത്തിൽ അറിവ് എങ്ങനെ വികസിക്കുന്നു എന്നതിനെക്കുറിച്ചും ലോകത്തിനോട് വിളിച്ചു പറഞ്ഞ ജീൻ പിയാഷെയുടെ 4 സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, 4 സ്റ്റേജസ് ഓഫ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്, SPC ഫോഴ്സ് എന്ന് പറയുന്ന ഒരൊറ്റ വാക്കിലൂടെ നമുക്ക് ഓർത്തു വെക്കാം. സോ നിങ്ങൾക്കറിയാം, സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ആൻഡ് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്. സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്. ഒന്നുകൂടെ പറയുന്നു, സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്. 0 to 2 year, 2 to 7, 7 to 11 ആൻഡ് above 11. സോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓർത്ത് വെക്കാം. ഒരുപക്ഷെ ഇത് കോഡില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്, ഫെമിലിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ജീൻ പിയാഷെ എന്ന് പറയുന്നത്. സോ ഹി വാസ് ബിലോങ്സ് ടു സ്വിറ്റ്സർലൻഡ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കണ്ടന്റിലേക്ക് ഒന്ന് പോകാം. മറ്റൊന്നുമല്ല, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ. നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 2020 ദേശീയ വിദ്യാഭ്യാസ നയം ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന വിദ്യാഭ്യാസ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു നൂതന സമീപനം ഫ്രം ദ സെൻട്രൽ ഗവൺമെന്റ്. സോ അതുകൊണ്ട് തന്നെ അതിനകത്ത് മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ഉണ്ട്, ECCD എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ECCD. അറിയാത്തവർ ആദ്യമായി കേൾക്കുകയാണ് എങ്കിൽ അതിന്റെ എക്സ്പാൻഷൻ ഒന്ന് ഓർത്തു വെക്കുക. ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് ഡെവലപ്മെന്റ്. നിങ്ങൾക്കറിയാം, നമ്മൾ ICDS പ്രോഗ്രാംസ് ആർ റെൻഡറിങ് ത്രൂ അംഗൻവാടീസ്. അങ്ങനെയായിരുന്നു നമ്മൾ നേരത്തെ നടത്തിയിരുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് അംഗൻവാടി, അതായത് പ്രീ പ്രൈമറി എഡ്യൂക്കേഷന്റെ ഒരു ലെവലാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് സ്കൂളുകളിലും സർക്കാർ സ്കൂളുകളിലും പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ ഉണ്ട്. സോ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരാൻ 2020 നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ ആലോചിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അതിന്റെ ഡ്രാഫ്റ്റിനകത്ത് നിങ്ങൾ കണ്ടതാണ്. സോ ആ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 2020 മുന്നോട്ട് വെച്ച ഒരു സിമ്പിൾ കൺസെപ്റ്റ് ആണ് ECCD. സോ ഇതിന്റെ എക്സ്പാൻഷൻ ഒരു അക്രോണിം എന്നുള്ള നിലയിൽ തന്നെ നിങ്ങൾ ഓർത്തു വെക്കുക. ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് ഡെവലപ്മെന്റ് എന്നാണ് ഇതിന്റെ എക്സ്പാൻഷൻ. ഇനി ഈ ECCD വെച്ചുകൊണ്ട് നമ്മൾ ഒരു കോഡ് അങ്ങ് യൂസ് ചെയ്തു. അത് മറ്റൊന്നുമല്ല, E എന്ന് പറയുന്ന ലെറ്റർ എത്രാമത്തെ ലെറ്റർ ആണ്? 5ാമത്തെ ലെറ്റർ ആണ്. C എന്ന് പറയുന്ന ലെറ്റർ എത്രാമത്തെ ലെറ്റർ ആണ്? 3ാമത്തെ ലെറ്റർ ആണ്. അടുത്ത C എന്ന് പറയുന്ന ലെറ്റർ 3ാമത്തെ ലെറ്റർ ആണ്. D എന്ന് പറയുന്ന ലെറ്റർ 4ാമത്തെ ലെറ്റർ ആണ്. സോ ECCD എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിക്കുന്നു, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് ഡെവലപ്മെന്റ് 2020 പോളിസിയിലാണ്. സോ ആ ECCD എന്ന അക്രോണിം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ 5+3+3+4 എന്ന് പറയുന്ന നമ്മുടെ ന്യൂ എഡ്യൂക്കേഷൻ സിസ്റ്റം സജസ്റ്റ് ചെയ്ത എഡ്യൂക്കേഷൻ സ്ട്രക്ചർ നമുക്ക് പഠിക്കാൻ പറ്റും. സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. വേറെ എങ്ങും പോകണ്ട. 2 കൺസെപ്റ്റുകൾ, എന്നാൽ വിശാലമാണ്, എന്നാൽ വളരെ പിവോട്ടൽ ആയിട്ടുള്ള 2 കൺസെപ്റ്റുകൾ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. 5+3+3+4 നമുക്ക് എന്താണെന്ന് നോക്കാം. 5+3+3+4 ഞാൻ മുമ്പും ഇത് വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ നമ്മളെ സ്കൂളിലേക്ക് ഒരു കുട്ടിയെ കൊണ്ട് ചേർക്കുമ്പോൾ ആദ്യത്തെ 3 വർഷം എന്ന് പറയുന്നത് അവന് പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യും. സാധാരണഗതിയിൽ നമ്മൾ എങ്ങനെയാണ് ഇപ്പം കൊണ്ടാക്കുന്നത്? 6ാമത്തെ വയസ്സിൽ 1ാം ക്ലാസ്സിൽ കൊണ്ടാക്കും. പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ നമ്മൾ ഒന്നീ അംഗൻവാടി വഴിയോ വേറെ ഏതെങ്കിലും ഒരു സിസ്റ്റം വഴിയോ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ കൊടുക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. 2020 പോളിസി പ്രൊമോട്ട് ചെയ്യുന്നത് 3 വർഷം സ്കൂളിൽ അങ്ങ് ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ്. അതിന്റെ കൂടെ ഒരു 2 വർഷം കൂടി ഉണ്ട്. നമ്മൾ ഇവിടെ 1ാം ക്ലാസ് 2ാം ക്ലാസ് എന്ന് പറയുന്നത് പോലെ. സോ 3+2 ആണ് ആദ്യത്തെ 5 എന്ന് പറയുന്നത്. അപ്പൊ കുട്ടി 2ാം ക്ലാസ്സിലായി. അപ്പോൾ 5 ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കുട്ടി 2ാം ക്ലാസ്സിലായി. പിന്നീടുള്ളത് എത്ര? 3 വർഷം. പിന്നീടുള്ള 3 ആണ് ദാണ്ടെ ഇവിടെ വരുന്ന പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് കുട്ടിക്ക് 8 വയസ്സ് മുതൽ 10 വയസ്സ് വരെ റീഡിങ്ങും റൈറ്റിങ്ങും മാത്സ് ഒക്കെ ജസ്റ്റ് ബിഗിൻ ചെയ്ത് പ്രൊവൈഡ് ചെയ്യുന്ന
ഒരു 3 വർഷം ഇവിടെ കൊടുക്കുന്നു. സോ 5 3 എത്രയായി? 8ആയി. ഇത് 3+2 ആണെന്നുള്ള കാര്യം അറിയാം. സോ 5 3 8ആയി. സോ ഇപ്പോൾ കുട്ടി 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ? 5ാം ക്ലാസ്സിലാണ് കുട്ടി പഠിക്കുന്നത്. സ്വാഭാവികമായും 6 7 8 UP സെഷനിലേക്ക് പോകും. അപ്പർ പ്രൈമറി ക്ലാസ് ആണ്. സ്വാഭാവികമായും കുട്ടി 8ാം ക്ലാസ്സിൽ എത്തുമ്പോൾ UP കംപ്ലീറ്റ് ആവും. അപ്പോൾ 5 + 3 + 3 ആയി. എന്നാൽ ബാക്കിയുള്ള 4 ഇയേഴ്സ് ആണ് കുട്ടി 8ാം ക്ലാസ് മുതൽ 12th ക്ലാസ് വരെ പഠിക്കുന്ന 4 ഇയേഴ്സ്. 8 9 10 +1 +2. അപ്പോൾ ഇതാണ് പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അത് നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്നത് ECCD, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന അത് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷന്റെ അതിനകത്ത് തന്നെയുള്ള കൺസെപ്റ്റിന്റെ അക്രോണിം വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ പുതിയ ബേസിക് സ്ട്രക്ചർ, അതായത് നമ്മുടെ കോത്താരി കമ്മീഷനൊക്കെ 10+2 + 3 ഫോർമുല സജസ്റ്റ് ചെയ്തതിന് ശേഷം വരുന്ന ഒരു വലിയ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ചസ് ആണ് 2020 നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഫേസ് ചെയ്യാൻ പോകുന്നത്. സോ നെക്സ്റ്റ് നമുക്കൊന്ന് നോക്കാം. അടുത്ത കോഡാണ് ഗാഗ്നെ ഹയറാർക്കി ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ഗാഗ്നെ, ഗാഗ്നെ നിങ്ങൾക്കറിയാം, ഇദ്ദേഹം വിശ്വവിഖ്യാതനാണ്. ഈ സമയത്തും ഗാഗ്നെ കുറിച്ച് ഇതുപോലൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യണമെങ്കിൽ യു ജസ്റ്റ് തിങ്ക് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് പേഴ്സൺ ആൻഡ് ഹിസ് എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻ ഇൻ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയുടെ ഉള്ളിലേക്ക് അറിവ് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടി അവന്റെ ജീവിതത്തിൽ അറിവുമായി ബന്ധപ്പെട്ട വികാസം അവരിൽ ഉണ്ടാകുന്നത് പല ഘട്ടങ്ങളിലൂടെയാണെന്നും ആ ഘട്ടങ്ങളിൽ അവൻ നേരിടുന്നത് പല സൈദ്ധാന്തിക കാഴ്ചപ്പാടുകളിലൂടെയുമാണ് എന്ന് പ്രസ്താവിച്ചൊരു വ്യക്തിയാണ് ഡേവിഡ് ഗാഗ്നെ എന്ന് പറയുന്ന. അദ്ദേഹത്തിന്റെ ഹയറാർക്കി ഓഫ് ലേണിംഗ് പിരമിഡ് ആണ് നമ്മൾ നെക്സ്റ്റ് നിമോണിക് കോഡിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം, ചിലപ്പോൾ നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ ചിരി വരും. SSC പരീക്ഷയ്ക്ക് പോയ VD സതീശന് CRP കൊടുത്തു എന്നുള്ളതാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗാഗ്നയുടെ ഹയറാർക്കി ലേണിംഗ് എന്ന് പറയുന്ന ഒരു ബാലികേറ മലയാണ്. നമ്മുടെ ക്ലാസ്സിൽ അത് നിങ്ങളോട് വളരെ സിമ്പിൾ ആയിട്ട് വിശാലമായിട്ട് പറയുമ്പോൾ നമ്മൾ നിരന്തരം യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്, വെർബലി നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട്, അതുപോലെ തന്നെ സെൻസ് ഓർഗാൻ വെച്ച് നമ്മൾ കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങളോട് പറയാൻ പറ്റും. പക്ഷേ ഒരു എക്സാം ആസ്പിറന്റ് ആയിട്ടുള്ള നിങ്ങൾ ഗാഗ്നെ മാത്രമല്ല പഠിക്കുന്നത്, പിയാഷെ പഠിക്കുന്നുണ്ട്, ബ്രൂണറെ പഠിക്കുന്നുണ്ട്, വൈഗോട്സ്കിയെ പഠിക്കുന്നുണ്ട്, ഡേവിഡ് പോൾ ഒസബലിനെ പഠിക്കുന്നുണ്ട്, അങ്ങനെ അനവധിയായിട്ടുള്ള സൈക്കോളജിസ്റ്റുകളെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും പലർക്കും എന്തുണ്ട്, ഹയറാർക്കി ഓഫ് ലേണിംഗ് പ്രൊവൈഡ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും. അത് ഓർത്തു വെക്കാൻ വേണ്ടിയാണ് SSC പരീക്ഷയ്ക്ക് പോയ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശന് CRP കൊടുത്തു എന്നുള്ളതാണ് ഒരു കോഡാണ്. ഒരു പക്ഷേ അദ്ദേഹം ഇത് കാണുകയാണെങ്കിൽ ഒരു തമാശ രൂപേണ എടുക്കുമെന്ന് ഞാൻ കരുതുന്നു. ഒരു അറിവാണ്. സോ SSC എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തു വെക്കുക, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്നല്ല. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലേണിംഗ് ഏതാ? ആദ്യമായ അറിവുകൾ ലഭിക്കുന്ന എങ്ങനെയാണ്? സിഗ്നൽ ലേണിംഗ് ആണ് അല്ലെ? സിഗ്നൽ ലേണിംഗിനാണ് ഇവിടെ S വരുന്നത്. രണ്ടാമത്തത് സ്റ്റിമുലസ് റെസ്പോൺസ് ആണ് രണ്ടാമത് വരുന്നത്. മൂന്നാമത്തതാണ് എന്തെന്ന് പറയുന്നത്? ചെയിനിങ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ചെയിനിങ്. അപ്പോൾ സിഗ്നൽ ലേണിംഗ്, സ്റ്റിമുലസ് റെസ്പോൺസ്, ചെയിനിങ്. നമുക്ക് വീഡിയോ എടുക്കാം. ഒന്ന് വെർബൽ ലേണിംഗ് ആണെന്നുള്ള കാര്യം അറിയാം, വെർബൽ ചെയിനിങ് ആണെന്നുള്ള കാര്യം അറിയാം. സോ 1 2 3 4 അഞ്ചാമത്തത് നിങ്ങൾക്കറിയാം ഡിസ്ക്രിമിനേഷൻ ആണ്. സോ വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് driven by ഗാഗ്നെ. സോ മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷന്റെ ആ ഒരു ഡിസ്ക്രിമിനേഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. സിഗ്നൽ ലേണിംഗ്, സ്റ്റിമുലസ് റെസ്പോണ്ട്, ചെയിനിങ്, then verbal association and then next one discrimination, multiple discrimination എന്ന് പറയും. സോ നമുക്കത് ശരിയാണോ എന്ന് നോക്കാം. ഇതുവരെ പറഞ്ഞ് ശരിയാണോ എന്ന് നോക്കാം. സോ സിഗ്നൽ ലേണിംഗ് ഏറ്റവും ബേസ് ആണ്, സ്റ്റിമുലസ് റെസ്പോൺസ്, അത് കഴിഞ്ഞിട്ട് അതിന് തൊട്ട് മുകളിൽ ചെയിനിങ്, അതിന് തൊട്ട് മുകളിൽ വെർബൽ അസോസിയേഷൻ, അതിന് തൊട്ട് മുകളിൽ എന്താണ്? മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ ആണ്. സോ ഇവിടെ നോക്കുക, നെക്സ്റ്റ് ആണ് മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ കഴിഞ്ഞിട്ടാണ് ഒരാള് കൺസെപ്റ്റിലേക്ക് എത്തുന്നത്, ഒരാശയം പഠിക്കുന്നത് അല്ലേ? അതായത് ഒരു ആശയത്തെ പരിപൂർണ തലത്തിലേക്ക് പഠിക്കണമെങ്കിൽ അതിന് മുമ്പ് അതിനെ ഡിവൈഡ് ചെയ്ത് അതിന്റെ കോണും പ്രോസും ഒക്കെ കൃത്യമായി മനസ്സിലാക്കണം. അതാണ് ഡിസ്ക്രിമിനേഷനിൽ വരുന്നത്. ദെൻ കൺസെപ്റ്റ് ലേണിംഗ് വരുന്നു. അനദർ വൺ റൂൾ ലേണിംഗ് വരുന്നു. ദ ഫൈനൽ വൺ പ്രോബ്ലം സോൾവിംഗ്. നോക്കേ, 3 3 6 2 8 ഒരു പിരമിഡിന്റെ 8 സ്റ്റേജ് ഓർത്തു വെക്കാൻ. SSC പരീക്ഷയ്ക്ക് പോയ VD സതീശന് CRP കൊടുത്തു എന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. SSC പരീക്ഷയ്ക്ക് പോയ VD സതീശന് CRP കൊടുത്തു. സിഗ്നൽ ലേണിംഗ്, സ്റ്റിമുലസ് റെസ്പോൺസ്, ചെയിനിങ്, വെർബൽ അസോസിയേഷൻ, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, then concept learning, then rule learning, and finally problem solving. So here we solve our problem. Let we meet again. Thank you.